കിഡീസ് മലയാളം വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളെ കൂട്ടക്ഷരങ്ങളാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഠിക്കുന്ന കൂട്ടക്ഷരം ഇണ്ണ, അതുപോലെ ഇങ്ക. ഏതാ ഇന്ന് പഠിക്കുന്നത്? ഇണ്ണ, ഇങ്ക. ആദ്യം നമുക്ക് ഇണ്ണ നോക്കാം എങ്ങനെയാ വരുന്നേന്ന്. ആദ്യം നമ്മള് നാ എഴുതാം. നാ എഴുതിയിട്ട് എന്തോ ചെയ്യണം? അതിനു മുകളിൽ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുക്കാം. എന്തോ ചെയ്യണം? ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായി വായിക്കും? നാ ന്. നായിന് മുകളിൽ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുത്ത നാ എങ്ങനെ വായിക്കും? ന്. അതിന്റെ കൂടെ നാ ചേർന്നു. അപ്പോഴെന്തായി? കൂട്ടക്ഷരം ഇണ്ണ കിട്ടും. ഇണ്ണ എങ്ങനെ എഴുതുക? ആദ്യം ഒരു നാ എഴുതുക, എന്നിട്ട് വീണ്ടും അതിന് താഴെലോട്ടൊരു നാ. എന്തുവായി? ഇണ്ണ. എങ്ങനെയാ വായിക്കുക? ഇണ്ണ. ന് അധികം നാ, ഇണ്ണ. കൂട്ടക്ഷരം അല്ലേ? എങ്ങനെ എഴുതുന്നു? നാ എങ്ങനെ എഴുതുന്നു? ഒരു സർക്കിളോട് ചേർന്ന് നമ്മള് ഒരു റ, വീണ്ടും അതിനോട് ചേർന്ന് നമ്മൾ എന്തോ എഴുതി? ഞാ എഴുതി കൊടുത്തു അല്ലേ? വീണ്ടും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് അതിന്റെ അടിയിൽ ഒരു നായ എഴുതാം. എന്തോ ആയി? എണ്ണ. മനസ്സിലായോ? ഇങ്ങനെ വന്ന് നോക്കിയേ. എന്നിട്ട് എന്തോ ചെയ്യണം? അതിനടിയിൽ നമ്മൾ അതിനോട് ചേർന്ന് തന്നെ ഒരു നായ എഴുതണം. കാണുന്നുണ്ടോ? ഇണ്ണ. മനസ്സിലായോ? ണ് അധികം ണ, ഇണ്ണ. ക്ലിയർ? നമുക്ക് ഇണ്ണ വരുന്ന കുറച്ച് വാക്കുകള് നോക്കാം. ഇണ്ണ വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാട്ടെ. ആദ്യത്തെ വാക്ക് ഏതാ? അണ്ണാൻ. ആദ്യത്തെ വാക്ക് ഏതാ? അണ്ണാൻ. എങ്ങനെയാ വായിക്കുക? അണ്ണാൻ, അണ്ണാൻ. അടുത്ത വാക്ക് നോക്കിയാട്ടെ. മണ്ണ്, മണ്ണ്. ഇതിലെന്ത് വന്നു? ഇണ്ണാന്നുള്ള കൂട്ടക്ഷരം. മണ്ണ്. അടുത്തൊരു വാക്ക് നോക്കിയാട്ടെ. വെണ്ണ. ഏതാ വാക്ക്? വെണ്ണ. അടുത്തൊരു വാക്കും കൂടി നോക്കിയാട്ടെ. കാണുന്നുണ്ടോ താഴെ എഴുതുമ്പോ? കണ്ണാടി. ഏതാ വാക്ക്? കണ്ണാടി. ണ് അധികം ണ, ഇണ്ണ. എങ്ങനെയാ വായിക്കും? ഇണ്ണ. വാക്കുകൾ ഏതാ? അണ്ണാൻ, മണ്ണ്, വെണ്ണ, കണ്ണാടി. ക്ലിയർ? അടുത്ത കൂട്ടക്ഷരം ഇങ്ക. അടുത്ത കൂട്ടക്ഷരം ഏതാ? ഇങ്ക. ഇങ്ക എങ്ങനെയാ? കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇരട്ടിക്കുന്നത്. നമുക്ക് നോക്കാം. കൂട്ടക്ഷരം എന്താ പഠിച്ച? രണ്ട് സംഖ്യകളെ ഇരട്ടിച്ചുണ്ടാകുന്നതല്ലേ? അപ്പൊ ഇങ്ക എന്നുള്ളത് നമ്മളെ പഠിച്ചതിൽ നിന്ന് ഇത്തിരി വ്യത്യാസം. നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. നമ്മള് ങ എഴുതാം. വ്യഞ്ജനാക്ഷരത്തിൽ പഠിച്ചില്ലേ? ഫസ്റ്റത്തെ ക, ഖ, ഘ, ഘ, ങ. ങ എഴുതാം. ങന് നമ്മള് മുകളിൽ ഒരു ചന്ദ്രക്കോല ഇട്ട് കൊടുക്കാം. അപ്പൊ ങ എങ്ങനെ വായിക്കും? ങ്. എങ്ങനെ വായിക്കും? ങ്. അതിന്റെ കൂടെ എന്തോ ചേരും? ക ചേരും. അതിന്റെ കൂടെ ക ചേരും. ങ് അധികം ക. അപ്പോഴെന്തായി മാറി? കൂട്ടക്ഷരം ഇങ്ക. ഇങ്ക എഴുതുന്നത് ശ്രദ്ധിച്ചു നോക്കണം. ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ എഴുതുക. ഇങ്ക. മനസ്സിലായോ എഴുതാൻ? ങ് അധികം ക, ഇങ്ക. എങ്ങനെ എഴുതുന്ന ശ്രദ്ധിച്ചു നോക്കി. ഇത്തിരി കടുപ്പ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ക എഴുതുന്ന പോലെ തന്നെ ആദ്യം നമ്മളിത് ഇങ്ങനെ ആദ്യം നമ്മൾ എന്തോ ചെയ്യണോ?
ക എഴുതുന്ന പോലെ ഇങ്ങനെ സോറി റാ പോലെ വരക്കുക. മനസ്സിലായോ? അതെന്തോ ചെയ്യണ ഇവിടുന്ന് ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഇതാ അതിനോട് ചേർന്ന് തന്നെ വീണ്ടും ഇതാ ഇങ്ങനെ എഴുതുക. നായില്ലേ ഇതിനോട് ചേർന്ന് ഇങ്ങനെ നാ. ക്ലിയർ? എന്നിട്ട് ഇത് ഇവിടുന്ന് നോക്കി നമ്മൾ നായ എഴുതാൻ എങ്ങനെ കൊണ്ടുപോവാ? അത് ഇവിടെ ജോയിൻ ചെയ്യാം. ഇവിടെ ഇത് ഇവിടുന്ന് അത് ഇവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് നോക്കി അതേ ലൈനിൽ താഴെലോട്ട് വന്ന് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കായ എഴുതിയില്ലേ ആദ്യം, അതുപോലെ തന്നെ ഇവിടുന്ന് എടുക്കുമ്പോ കാ നമ്മൾ എഴുതി കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇങ്ക വായിക്കും. എന്താ വായിക്കുക? ഇങ്ക. ഇവിടുന്ന് നോക്കിയതാ ഇവിടുന്ന് ഇങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ കായ എഴുതിയ പോലെ തന്നെ എഴുതി കൊടുക്കുക. എളുപ്പല്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം നമ്മൾ ഇതാ നായ എഴുതി കൊടുക്കുക. നായ എഴുതാൻ എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് നോക്കിയാ നാ ഇവിടെ ഇങ്ങനെ എഴുതുക. ക്ലിയർ? എന്നിട്ട് ഇതാ ഇവിടുന്ന് നോക്കിയേ. എന്നിട്ട് ഈ ആ ലൈനിലൂടെ ഇങ്ങനെ എഴുതുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതുക. സോറി, ഇവിടുന്ന് ഇങ്ങനെ ആ ലൈനിൽ തന്നെ എഴുതുക. ഇങ്കാനായി. മനസ്സിലായോ എഴുതാൻ? ഒന്നുകൂടി പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു നോക്കുക. ഇങ്കാന്ന് എഴുതാൻ ആദ്യം നമ്മൾ നാ എഴുതുക. ആ നായില് ഇങ്ങനെ എഴുതുക. ഇവിടുന്ന് ഇങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ കായ എഴുതിയ പോലെ തന്നെ എഴുതുക. ഒന്നുകൂടി നോക്കിയ കൈവിടാതെ എങ്ങനെ എഴുതും? ഇങ്ങനെ വന്ന് ഇങ്ങനെ. മനസ്സിലായോ? വീട്ടിൽ നിന്ന് പതിയെ എഴുതി പഠിക്കുക. മനസ്സിലായോ? ഇങ്ക എങ്ങനെയാ വായിക്കുക? ഇങ്ക. അധികം ക. ഇങ്ക. ഇങ്ക വരുന്ന വാക്കു ഏതാ? തിങ്കൾ. ഗുഡ്. തിങ്കൾ. തിങ്കൾ. പിന്നെന്താ? തങ്കം. അതിലു ഇങ്കാന്നുള്ളേ തങ്കം. ഇങ്കാന്നുള്ള കൂട്ടക്ഷരം ഉണ്ട്. അടുത്ത് നോക്കിയ ഒരു വാക്ക് സങ്കടം. എല്ലാവർക്കും വരത്തില്ലേ? അമ്മ ദേഷ്യപ്പെട്ടാലേ, പഠിക്കാതപ്പോ, എഴുതാതപ്പോ സങ്കടം. സങ്കടം. അടുത്ത വാക്ക് നോക്കിയാട്ടെ. വെങ്കലം. കാണുന്നുണ്ടോ? വെങ്കലം. മനസ്സിലായോ? അധികം ക. ഇങ്ക. തിങ്കൾ, തങ്കം, സങ്കടം, വെങ്കലം. ഇനി ഏത് കൂട്ടക്ഷരങ്ങൾ പഠിച്ചോ? ഏതൊക്കെ? എണ്ണ പഠിച്ചു അല്ലെ? എങ്ങനെ എഴുതി? വീട്ടിൽ നിന്ന് 5 തവണ സ്ലൈഡിൽ എഴുതി പഠിച്ചാലേ കിട്ടും. അടുത്ത നോക്കിയേ. ഇങ്ക. മനസ്സിലായോ? എണ്ണ, ഇങ്ക. വീട്ടിൽ നിന്ന് 5 തവണ സ്ലൈറ്റിൽ എഴുതി പഠിച്ചാൽ ഷുവറായിട്ടും കിട്ടും എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അവർക്ക് പഠിക്കാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കൂട്ടക്ഷരം പഠിക്കാം. താങ്ക് യു. ബൈ ബൈ.